Hello friends, welcome to SAT, Center Institution Center, Puttamvelkara and Madathamadi. Free education to all. Please subscribe to our YouTube channel for new updated videos and also visit centerinstitution.blogspot.in. Class Plus 1 Maths Chapter 1 Sets Part 3 Representation of Sets Set Builder Form. Okay. എന്താണ് ഈ സെറ്റ് ബിൽഡർ ഫോം എന്ന്? Please visit part 1 to 2 before watching this video. നിങ്ങൾ ഇതിന് മുന്നത്തെ വീഡിയോ കണ്ടതിന് ശേഷം ഇത് കാണുക. അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, എന്താണെന്ന് നോക്കാം നമുക്ക്. സെറ്റ് ബിൽഡർ ഫോം. In set builder form, all the elements of a set possess a single common property which is not possessed by any element outside the set. എന്താണ് അതിന്റെ അർത്ഥം? In set builder form, all the elements of a set possess a single common property. അതായത് ആ സെറ്റിനകത്തുള്ള എല്ലാവർക്കും ഒരു പൊതുവായിട്ടുള്ള ഒരു സ്വഭാവം ഉണ്ടാവും. സെറ്റിന് പുറത്തുള്ളവർക്കോ ഈ സ്വഭാവം ഉണ്ടാവുകയുമില്ല. എക്സാമ്പിൾ AEIOU. എന്താണ് ഇവരുടെ ഒരു കോമൺ പ്രോപ്പർട്ടി? ഇവരെല്ലാവരും സ്വരാക്ഷരങ്ങളാണ്, വൗവൽസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി ഒരു പേരിട്ടു, വൗവൽസ്. X is a vowel. ഇതിനകത്തുള്ള ആൾക്കാരെന്താണ്? ഒരു വൗവലാണ്. എന്തിലെ? ഇൻ ഇംഗ്ലീഷ് ആൽഫാബറ്റ്. ഇത് ക്ലോസ് ചെയ്യും. എന്താ പറഞ്ഞത്? ഈ എക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? എക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ നമ്മുടെ റോസ്റ്റർ ഫോമിൽ വരുന്ന ഓരോ എലമെന്റിനെയാണ് നമ്മൾ എക്സ് എന്ന് പറയുന്നത്. ആ എക്സ് എങ്ങനെയായിരിക്കണം? ഈസ് എക്സ് ആകുന്നു എ വൗവൽ, ഒരു വൗവൽ ആയിരിക്കണം ഇൻ ഇംഗ്ലീഷ് ആൽഫാബറ്റ്. ഇതാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ ഇതാണ് ഉത്തരം. മനസ്സിലായോ? അപ്പോൾ ഇത് നമ്മൾ റോസ്റ്റർ ഫോം എന്ന് പറയും. ഇങ്ങനെ ഉത്തരത്തിനെ നമ്മൾ എന്ത് പറയും? ഈ രീതിയിൽ എഴുതുന്നതിനെ റോസ്റ്റർ ഫോം എന്ന് പറയും. ഇതിങ്ങനെ എഴുതുന്നതിനെ നമ്മൾ എന്ത് പറയും? സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയും. മനസ്സിലായോ? അപ്പോൾ റോസ്റ്റർ ഫോം തന്നാൽ സെറ്റ് ബിൽഡർ ആക്കാനും സെറ്റ് ബിൽഡർ എന്നാൽ തിരിച്ച് റോസ്റ്റർ ഫോം ആക്കാനും നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇവിടെ ഒരു രണ്ട് സംഭവങ്ങൾ നമ്മൾ കാണുന്നത് എങ്ങനെ വായിക്കാമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഈച്ച് ഓഫ് ദം ഇസ് എ വൗവൽ ഇൻ ദ ഇംഗ്ലീഷ് ആൽഫാബറ്റ്. The set of all x such that x is a vowel of the English alphabet. നമുക്ക് നോക്കാം എങ്ങനെ വായിക്കണം. ഇവിടെ the set of all x അത്ര ഇങ്ങനെ വായിക്കണം. the set of all x, ഈ രണ്ട് കുത്തിനെ നമുക്ക് ഇങ്ങനെ വായിക്കാം, such that. പിന്നെ x is a vowel of the English alphabet അല്ലെങ്കിൽ in the English alphabet. മനസ്സിലായോ? ക്ലിയർ? another example, A ക്യാപിറ്റൽ ലെറ്റർ ആണ് സെറ്റിനെ സൂചിപ്പിക്കുന്നത്. ദ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ, ഒരു എണ്ണൽ സംഖ്യയാണ്. ആൻഡ് ദാറ്റ് എക്സ് ഈസ് ലെസ് ദാൻ 10 ആൻഡ് ഗ്രേറ്റർ ദാൻ 3. മനസ്സിലായോ? നോക്കൂ, ദ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ എന്ന് പറയുമ്പോൾ 1 2 3 എക്സെട്ര നമ്പറാണ്. ബട്ട് ഒരു കണ്ടീഷൻ കൊണ്ട് പറയുന്നത് ഈ എക്സ് എന്ന് പറയുന്നത് ചെറുതാണ്. കണ്ട, ഈ ചെറിയ ഈ മോനെ സൂചിപ്പിക്കുന്നത് ചെറുതാണ്. ആരേക്കാളും? 10നേക്കാളും. അപ്പോൾ 10 താഴെ വരെ വരാൻ പാടുള്ളൂ. അപ്പോൾ 4 5 6 7 8 9. ഓക്കെ, 10 വരാൻ പാടില്ല. ആൻഡ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 3. കണ്ടോ, 3നേക്കാൾ വലുത്. അപ്പോൾ 1 പാടില്ല, 2 പാടില്ല, 3 പാടില്ല. അപ്പോൾ എത്ര പേര് വരുള്ളൂ? 4 5 6 7 8 9. ഇത്രയും ആൾക്കാരാണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. മനസ്സിലായോ? ഇനി ഇതിൻ്റെ താഴെ ഒരു വരയുണ്ടെന്ന് വിചാരിക്കും, അപ്പോൾ നമ്മൾ 3 കൂടി എടുക്കണം. ഇനി ഇതിൻ്റെ താഴെ ഒരു വരയുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ 10 കൂടി ഉത്തരത്തിൽ എടുക്കണം. മനസ്സിലായോ? അതിൻ്റെ ഉത്തരം എങ്ങനെ വരും നോക്കാം. ഈസ് റീഡ് ആസ്. ഫസ്റ്റ് ഇത് റീഡ് എങ്ങനെയാണ് നോക്കാം. ദ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ആൻഡ് എക്സ് ലൈസ് ബിറ്റ്വീൻ 3 and 10. ഉത്തരം നമ്മൾ എഴുതേണ്ടത് ഇങ്ങനെയാണ്. 3നേക്കാൾ വലുത് എന്ന് പറയുമ്പോൾ 4 5 6 7 8 9 9. ഓക്കെ, ഇങ്ങനെ എഴുതുന്നത് നമ്മൾ റോസ്റ്റർ ഫോം, ഇങ്ങനെ എഴുതുന്നത് സെറ്റ് ബിൽഡർ ഫോം. മനസ്സിലായോ? ക്ലിയർ? റൈറ്റ് ദ ഫോളോയിങ് സെറ്റ്സ് ഇൻ ദ സെറ്റ് ബിൽഡർ ഫോം. ഇത് നമുക്ക് സെറ്റ് ബിൽഡർ ഫോമിലേക്ക് ആക്കണം. നോക്കൂ, 3 6 9 12. എന്താ അതിൻ്റെ പ്രത്യേകത? ഇവിടെ നോക്കൂ, എല്ലാ 3ന്റെ ഗുണിതങ്ങൾ 3 into 1 3 into 1. ദിസ് ഈസ് 3 into 2. കണ്ടോ? 6 3 into 3
9. 3 into 4 എന്താണ് 12. അപ്പോൾ ഇവിടെ 3 എന്ന് പറയുന്ന ആദ്യത്തെ 3 മാറ്റൂല. അപ്പോൾ നമുക്ക് അതിന് 3 എക്സ് എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 1 2 3 രണ്ടാമത്തെ സംഖ്യ ഇങ്ങനെ എന്താണ് കൂടി പോകണല്ലേ, അത് എണ്ണൽ സംഖ്യ. അപ്പോൾ 3n എക്സ് ഇസ് ഈക്വൽ ടു 3n എന്ന് വെച്ചാൽ 3ൻ്റെ 3ൻ്റെ ഗുണിതങ്ങളായിരിക്കണം ഓരോ എക്സ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് എൻ എന്താണെന്ന് പറയേണ്ടത് പിന്നെ n ബിലോങ്സ് ടു ക്യാപിറ്റൽ N. എന്താണ് ക്യാപിറ്റലിൻ്റെ അർത്ഥം? ക്യാപിറ്റൽ എന്ന് പറയുന്നത് നാച്ചുറൽ സംഖ്യയാണ്, എണ്ണൽ സംഖ്യ. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, n 4 വരെ പാടുള്ളൂ. 1 വേണം, 1 മുതൽ 4 വരെ വേണം. അപ്പോൾ നമുക്കിത് ഇങ്ങനെ എഴുതാം, n ദ വാല്യൂ ഓഫ് n എന്താണ് ലെസ് ദാൻ 4, 4നേക്കാളും ചെറുതായിരിക്കണം, ആൻഡ് ഈക്വൽ ടു 4, 4ഉം ആയിരിക്കണം. ആൻഡ് ദ വാല്യൂ ഓഫ് n ഗ്രേറ്റർ ദാൻ 1 ആൻഡ് ഈക്വൽ ടു 1, 1നേക്കാൾ വലുതുമായിരിക്കണം, 1ഉം ആയിരിക്കണം. അപ്പോൾ ഇത് നമുക്ക് രണ്ട് രീതിയിൽ എഴുതാം. ഒന്ന് ഇങ്ങനെ എഴുതാം, അപ്പോൾ n-ൻ്റെ വാല്യൂ എന്താണ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആൻഡ് ലെസ് ദാൻ എന്താണ് 5 എന്ന് എഴുതാം. അപ്പോഴും 1 to 4 വന്നു. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം 0 ഗ്രേറ്റർ ദാൻ എന്താണ് n ലെസ് ദാൻ 5. ഇങ്ങനെ എഴുതിയാൽ 1 മുതൽ 4 വരെ വന്നു. ഇനി നമ്മൾ 1ഉം 4ഉം എഴുതണമെങ്കിലോ, 1ഉം 4ഉം എഴുതണമെങ്കിൽ ഇങ്ങനെ എഴുതിയാൽ ഉത്തരം തെറ്റാണ്. കാരണം 1ൽ വലുതും 4 ചെറുതും, അപ്പോൾ 2 3 മാത്രം വരുള്ളൂ. അപ്പോൾ 1ഉം കൂടി ഉൾപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഒരു വര ഇടണം, 4ഉം കൂടി വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വര. മനസ്സിലായോ? ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ 2 4 8 16 32. ഇറ്റ് ക്യാൻ ബി സീൻ ദാറ്റ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2:1. ഓക്കെ, 2:1 ആണ് എന്ത് ഈ 2. 2:2 ആണ് എന്ത് ഈ 4. 2:3 ആണ് എന്ത് 8. 2:4 ആണ് എന്ത് 16. 2:5 ആണ് എന്ത് 30. അപ്പോൾ ഈ 2 എന്ന് പറയുന്ന ആൾക്ക് മാറ്റമില്ല, മുകളിലെ സംഖ്യകൾ മാറിക്കൊണ്ടിരിക്കുന്നത്. 2:n. അപ്പോൾ x is equal to 2:n. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഉത്തരത്തിൽ x is equal to 2:n എന്ന് എഴുതി. ഇനി n ഡിഫൈൻ ചെയ്യണം, n 1 മുതൽ 5 വരെ. അപ്പോൾ എങ്ങനെ എഴുതാം? n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1, n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. 5ൽ താഴെയും 5ഉം, 1ൽ വലുതും 1ഉം. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ 5 25 125 625. നിങ്ങളൊന്ന് ചെയ്ത് നോക്കി, എന്തായിരിക്കും എൻ്റെ പ്രത്യേകത എന്ന് പറയാൻ പറ്റുമോ? 5ൻ്റെ ഗുണിതമാണ് 5:1, 5² 5:3 5:4 അല്ലേ? ശരിയാണ്. 5:1 ആണ് 5, 5² 25, 5³ 125, 5:4 625. സോ ദ ആൻസർ ഈസ് എന്താണ് 5:n. ഉണ്ടോ? 5:1 5:2 5³ 5:4 അപ്പോൾ 5:1 ആണ് n. n എന്ന് പറഞ്ഞാൽ ബിലോങ്സ് ടു ക്യാപിറ്റൽ നാച്ചുറൽ സംഖ്യയാണ്. n-നകത്ത് 1 മുതൽ 4 വരെ 1 2 3 4. ഓക്കെ, ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ 2 4 6. ഇറ്റ് ഇസ് എ സെറ്റ് ഓഫ് ഓൾ ഈവൻ നാച്ചുറൽ നമ്പേഴ്സ്. എന്താണ് അങ്ങനെ പറയാൻ കാരണം? കാരണം ഇവിടെ ഒരു എൻഡ് ഇല്ല, എവിടം വരെ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ ഓൾ ഈവൻ നാച്ചുറൽ നമ്പേഴ്സ്, 2 മുതൽ ഉള്ള ഇരട്ട സംഖ്യകളുടെ സെറ്റ്. അതെങ്ങനെ എഴുതും നമ്മൾ? എക്സ് ഈസ് അൻ ഈവൻ നാച്ചുറൽ നമ്പർ, ഒരു ഇരട്ട സംഖ്യ. അപ്പോൾ എവിടം വരെ തുടങ്ങാം? 2 മുതൽ എവിടം വരെ വേണമെങ്കിലും വരാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉത്തരത്തിൽ കുത്തുവിട്ട് വെക്കണം. കണ്ടോ? അടുത്ത ക്വസ്റ്റ്യൻ 149 200. ഓക്കെ, ഇതിൻ്റെ പ്രത്യേകത 1² 1, 2² 4, 3² 9, അവസാനം 10² എന്താണ് 100. ദാറ്റ് ഈസ് n² ആണ്. എണ്ണൽ സംഖ്യകളുടെ സ്ക്വയർ ആണ് തന്നേക്കണം. 1ൻ്റെ സ്ക്വയർ 1, 2ൻ്റെ സ്ക്വയർ 4, 3ൻ്റെ സ്ക്വയർ 9, അങ്ങനെ 10ൻ്റെ സ്ക്വയർ 100 വരെ. അപ്പോൾ n എവിടം മുതൽ എവിടം വരെ? 1 മുതൽ 10 വരെ. ഓക്കെ, ക്ലിയർ? വിസിറ്റ് പാർട്ട് 4, representation of sets, more problems. Thank you. Please subscribe to our YouTube channel for new update videos. നിങ്ങൾ തരുന്ന പ്രോത്സാഹനമാണ് പിന്നീടുള്ള വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത്. So please share, like and comment all these videos. Thank you once again.